അപ്പേ എന്തപ്പോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നല്ലേ? എന്താ നിങ്ങളെ കഥ? ദൈവത്തിൻ്റെ പോരാളികൾ ജയിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ ഫുള്ള് തോൽവികൾ, തോൽവിയോട് തോൽവി. നിങ്ങൾ മൊത്തത്തിൽ തോൽവിയാണല്ലോ. ഞങ്ങൾ എന്തൊക്കെ ഞങ്ങളെ ക്യാപ്റ്റനൊക്കെ ക്യാച്ച് അതിങ്ങനെ കാണുകൊണ്ടല്ലേ രോമാഞ്ചം. എന്തിലൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ തോൽക്കാൻ കാരണം എന്താ കാരണം? ഇത്രയും കളിയിലൊക്കെ എന്തുണ്ടായി അത് നോക്കണ്ട. അപ്പുറം അങ്ങനെ വാമായി വരികയാണ്. ഒരു കാരണം കിട്ടണല്ലോ നിങ്ങക്ക്. ഞങ്ങളെ പാണ്ഡ്യ പറഞ്ഞാൽ എനിക്കും പറയാനുള്ളൂ, എനിക്കൊന്നും പറയാനില്ല. പാണ്ഡ്യ അങ്ങനെ ഇന്നലെ കളി ഞാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എത്ര പറഞ്ഞു, ഫാൻസിനായിട്ട് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല. ഞങ്ങളെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫുൾ കോൺഫിഡൻസിലാണ്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കാണ്. ഫുൾ കോൺഫിഡൻസ് ആണ്. ഓരോ കളി വരുമ്പോൾ ജയിക്കുന്നു. സിമ്രാൻ സിംഗ് ഒക്കെ അല്ലേ സിമ്രാനൊക്കെ എന്താന്ന് വെച്ചാൽ വെറുതെ ചെറിയ കളിയല്ല കളിക്കണ്ടേ, ചേസ് ചെയ്യാനും മാസ്റ്ററി നേടിപ്പോ. ആദ്യം ചെറിയ ഇങ്ങനെ ഇന്നിങ്സുകൾ മാത്രമല്ലേ. കഴിഞ്ഞ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ കപ്പ് എടുത്തിട്ടില്ലല്ലോ. ഞങ്ങൾ 5 കപ്പുള്ളവരാണ്. നിങ്ങൾ കപ്പിന്റെ എണ്ണം കപ്പിന്റെ എണ്ണം പറഞ്ഞാൽ ഇപ്രാവശ്യം ഞങ്ങൾ ഫുൾ കോൺഫിഡൻസിലാണ്. ഞങ്ങളെ പ്രപ്സിമ്രാന്, പിന്നെ അയ്യർ ഫീൽഡിങ് മാത്രമൊന്നുമല്ല, ബാറ്റിംഗ് എന്താണ് അത് ഫുള്ള് മൂപ്പരനാണ് ജയിപ്പിക്കേണ്ടത്. ലാസ്റ്റ് വിക്കറ്റ് പോയാൽ സാരില്ല. ഇതെന്താണെങ്കിൽ ഞങ്ങളെ അയ്യർ ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാറ്റും വീശി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഞങ്ങളെ സൂര്യ ഫോമിലല്ല. സൂര്യന്റെ കാര്യം ഒഴിവാക്കി കളി. നിങ്ങളെ ക്യാപ്റ്റനെ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്ക് ഇനി കടുത്ത തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കേണ്ടി വരും. അടുത്ത തീരുമാനം എടുക്കേണ്ടി വരും. മോൻ ആദ്യം ക്യാപ്റ്റൻസി ഒഴിവാക്കണം. അപ്പൊ അതാണ് ഇപ്പൊ കടുത്ത തീരുമാനം എടുക്കേണ്ടി വരും. എന്ത് ചെയ്യണം? ഏതായാലും ഇപ്പൊ ടീം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. നിങ്ങളെ വലിയ ബാറ്റ്സ്മാന് പരിക്കാണ്. അപ്പൊ പിന്നെ ഇനിയിപ്പോ അത് ആ ഒരു ഇതാണ് ഒഴിഞ്ഞിട്ടി കടുത്ത തീരുമാനം എടുക്കണ്ടേ. ഇപ്പൊ ക്യൂഡിക്ക് വന്നിട്ട് സെഞ്ചുറി അടിച്ചല്ലോ. സെഞ്ചുറി അടിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങളെ ക്യാപ്റ്റൻ 5 പൈസക്ക് ഫോമില്ല. വെറുതെ 2 അടി അടിച്ചാ ലക്ഷ്യമൊന്നുമില്ല. വെറുതെ അടിക്കണേ. പിന്നെ നിങ്ങളെ സൂര്യകുമാർക്ക് സങ്കടം തോന്നും. വെറുതെ എന്തിനാണ് ആ വേൾഡ് കപ്പത്തെ ഫോം കണ്ടപ്പോഴേ തോന്നിക്കണ ഇത് ഇപ്പൊ എടുത്തേക്കും. ഒന്ന് ആ സഞ്ജു ഉണ്ടായതുകൊണ്ട് ഇന്ത്യ കപ്പ് എടുത്ത്. ബൂമ്ര മര്യാദ വിക്കറ്റും ഇല്ല, രണ്ടും കൊടുത്ത്. എന്തൊക്കെയോ അറിയാം നിങ്ങളെ പ്രശ്നം എന്താന്ന്. ബൂമ്രൊക്കെ വെറുതെ ബൂം എന്ന് പറയാന്നല്ല, മൊത്തത്തിൽ ഒന്നുമില്ല. വിക്കറ്റ് കൊടുക്കണില്ല. ഇതുവരെയൊക്കെ തന്നെ ഞങ്ങൾ റൺസ് വിട്ടുകൊടുക്കണില്ലല്ലോ തന്നെ. അപ്പൊ ഈ കളിയിൽ അതും തീരുമാനമാക്കി ഞങ്ങൾ തന്നെ. ഞങ്ങളെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അനിഷേധ്യമായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കണം. ആരുമില്ല ഞങ്ങൾക്ക്. എരല്ല ഒരു ടീമും ഈ IPL ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കാര്യമില്ല. കാണാൻ രസമുണ്ടാവും. സൂപ്പർ സ്ഥലാണ്. അതാണ് ഇപ്പൊ നല്ലത്. എന്താ പറയാ, ഈ തോൽവി ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവുമ്പോഴേ ഒരു ചായ ഒക്കെ കുടിച്ചാണ്ട് വിമർശനങ്ങൾ ഉണ്ടാവുമ്പോഴേ ഇങ്ങനെ ഒരു ഡിപ്രഷൻ എന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു ഇങ്ങനത്തെ യാത്രകളും ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിട്ട് നല്ലതാണ്. ഇല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചുകാണ്ട് പിന്നെ നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റൂല.